മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. കരിപ്പൂർ വിമാനത്താവള വികസനം കെട്ടിട നിർമ്മാണത്തിലുള്ള NOC നൽകുന്നതിന് തടസ്സമില്ലെന്ന് മന്ത്രി ബി അബ്ദുറഹിമാൻ കളക്ടറേറ്റ് ചേംബറിൽ നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന്റെ മാസ്റ്റർ പ്ലാനിന് സർക്കാർ അംഗീകാരം ലഭിക്കുന്നതുവരെ കെട്ടിട നിർമ്മാണത്തിനുള്ള NOC നൽകാമെന്ന് സംസ്ഥാന സ്പോർട്സ് ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സർക്കാർ അംഗീകാരമാകുന്നതിന് മുമ്പ് NOC നിഷേധിക്കേണ്ടതില്ലെന്നും ഇക്കാര്യത്തിൽ തീരുമാനം സർക്കാർ തലത്തിൽ കൈക്കൊണ്ട് അറിയിക്കുമെന്നും വിമാനത്താവള വികസനവുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ മന്ത്രി പറഞ്ഞു. ഈ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പരിസരവാദികൾക്കുള്ള ഒരു പ്രശ്നം അവിടെ NOC ലഭ്യമാവുന്നില്ല എന്നുള്ളത്. അവിടെ 675ഓളം അപേക്ഷകൾ കിട്ടിയതിൽ 610 അപേക്ഷകളും NOC നൽകിയിട്ടുണ്ട്. 65ഓളം NOCകൾ ഇനി കിട്ടാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അത് നൽകാനുള്ള നടപടികൾ എടുക്കാനാണ് ഈ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിലേക്ക് ഒരു ശുപാർശ ഈ യോഗത്തിൻ്റെ ഭാഗമായി നൽകും. അവിടെ എയർപോർട്ട് അതോറിറ്റി ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ സർക്കാരിന് അയച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഭാരിച്ച ചെലവ് വരുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത്രയും പൈസ ഉണ്ടെങ്കിൽ മറ്റൊരു എയർപോർട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെ വലിയ എയർക്രാഫ്റ്റുകൾ ഇറങ്ങാനും സർവീസുകൾ നടത്താനും ഇപ്പോൾ നമുക്ക് കഴിയും അവിടെ. അപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള ഒരു പുതിയ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇപ്പോൾ സർക്കാർ ആലോചിച്ചിട്ടില്ല. അതൊക്കെ ചർച്ച ചെയ്ത് പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞ രീതിയിൽ ഇപ്പോൾ NOCകൾ കൊടുക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അവിടെ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അത് കളക്ടർ അത് പരിശോധിച്ച് ആവശ്യമായുള്ള നടപടികൾ എടുക്കും. അത് അതിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ഭൂമി അവിടെ കുറച്ച് ഭൂമി എടുക്കാനുണ്ട്, 10 സെൻറ്റ്. അതുകൂടി എടുത്താൽ അവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ആ പ്രശ്നവും പരിഹരിക്കാൻ കഴിയും. NOCക്കായി 687 അപേക്ഷകൾ ലഭ്യമായതിൽ 620 എണ്ണം നൽകിക്കഴിഞ്ഞെന്നും ഭാവിയിലെ നിർമ്മാണ സാധ്യതകൾ മുന്നിൽ കണ്ടാണ് 20 അപേക്ഷകൾ നിരസിച്ചതെന്നും ജില്ലാ കളക്ടർ VR വിനോദ് അറിയിച്ചു. പ്രസ്താവ വികസനത്തിന്റെ ഭാഗമായി തടസ്സപ്പെട്ട നിലവിലെ ക്രോസ് റോഡിനോട് ചേർന്ന് 10 സെന്റ് ഭൂമി ഏറ്റെടുത്ത് ലിങ്ക് റോഡാക്കി ഗതാഗത തടസ്സത്തിന് പരിഹാരമുണ്ടാക്കും. യോഗത്തിൽ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം, കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ CA നിത ഷഹീർ, എയർപോർട്ട് ഡയറക്ടർ CV രവീന്ദ്രൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, കോട്ടയ്ക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടയ്ക്കൽ. ഫോൺ 9946999976.